ഇന്നലെ വിഷു ആയിട്ട് ഞങ്ങൾ വീട്ടിൽ കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നേ. മുമ്പത്തെ ദിവസം തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ റൂമിൽ 2-3 കുട്ടി കണ്ണന്മാരുണ്ട്. അവർക്ക് ഞാൻ കുറേശ്ശെ കണിക്കൊന്നയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. രാവിലെ തന്നെ എണീറ്റ് കണിയൊക്കെ കണ്ടിട്ട് റെഡി ആയിട്ട് നേരെ ഞങ്ങൾ പനക്കൽ അമ്പലത്തിലോട്ട് പോവുകയാണ്. വിഷ്ണുവിൻ്റെ അമ്മ ഞങ്ങൾ ഒരുപാട് വിളിച്ചു വരാനായിട്ട്. അപ്പം അമ്മ അടുത്ത മാസം കൂടെ കഴിഞ്ഞിട്ട് അമ്പലത്തിലോട്ടും ഞങ്ങളുടെ വീട്ടിലോട്ടും ഒക്കെ വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു റീസൺ ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. പിന്നെ എൻ്റെ അച്ഛൻ നാട്ടിലുള്ള ഒരു വിഷു കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിലായിരുന്നു വിഷു ആഘോഷിച്ചത്. വലിയ ആഘോഷമൊന്നുമില്ല, ചെറിയ രീതിയിൽ ഫുഡൊക്കെ കഴിച്ചൊന്ന് പുറത്തൊക്കെ പോയി, അങ്ങനെ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 3ാമത്തെ വിഷു കൂടിയാട്ടോ ഇത്. പക്ഷേ ഈ വിഷുവാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് അമ്പലത്തിലൊക്കെ പോയി വീട്ടിലൊക്കെ പോയി അങ്ങനെ നല്ല രീതിയിലൊന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയത്. കഴിഞ്ഞ വിഷുവിന് ഞങ്ങൾക്ക് കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് മുമ്പത്തെ വിഷുവിന് എനിക്ക് പീരീഡ്സ് ആയിട്ട് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് പനക്കൽ അമ്പലത്തിൽ നിന്ന് കൈനീട്ടമൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വെണ്ണയൊക്കെ വാങ്ങി നേരെ ആൽത്തറയുടെ അടുത്ത് പോയി. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ മാമിമാരെയൊക്കെ കണ്ടു. എല്ലാവരുമായിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ അവിടെ തൊട്ടടുത്ത് തന്നെയാണല്ലോ വെട്ടുതറ അമ്പലം. എൻ്റെ കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്കറിയാം. നേരെ അവിടെയും കയറി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞങ്ങളിത് അമ്മൂമ്മയ്ക്ക് കൈനീട്ടം കൊണ്ട് കൊടുത്തു. പിന്നെ അമ്മൂമ്മയ്ക്കും പിള്ളേർക്ക് സെറ്റിനും എല്ലാവർക്കും കൈനീട്ടമൊക്കെ കൊടുത്തിട്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ട് നേരെ ഇനി എൻ്റെ വീട്ടിലോട്ട് പോയി. ഇത് വീട്ടിൽ അമ്മയും ഉണ്ണിയും കൂടെ ഒരുക്കി കണിയാട്ടോ. പിന്നെ എല്ലാ വിഷുവിനും മാമൻ്റെ മക്കളിൽ ഒരാളെങ്കിലും കൃഷ്ണനാക്കിയില്ല ഞങ്ങൾക്കൊരു സമാധാനവും കിട്ടത്തില്ല. ഇത്തവണ ഞങ്ങളുടെ കയ്യിൽ പെട്ടത് മൂത്ത ആളാട്ടോ. അവനെ കണ്ണനാക്കി ഒരുക്കിയിട്ട് പിന്നെ ഞങ്ങൾ കുക്കിങ്ങിലോട്ട് കടന്നിട്ടുണ്ട്. ഇന്ന് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഉള്ള കുക്കിങ്ങാണ്. ഞാൻ ചിക്കൻ കറി, അച്ഛൻ ബീഫ് കറി, അമ്മ പരിപ്പും പപ്പടം. അങ്ങനെ ഞങ്ങൾ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് കുക്ക് ചെയ്യണം. എനിക്കും അച്ഛനും കുക്ക് ചെയ്തിട്ട് വേണം നേരെ വിഷ്ണുവിൻ്റെ വീട്ടിലോട്ട് വിഷ്ണുവിൻ്റെ അമ്മയെ കാണാനായിട്ട് ഇനിയും ഒന്നുകൂടെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കി വിഷ്ണുവിനെയും അമ്മയെ ഏൽപ്പിച്ചിട്ട് നേരെ വിഷ്ണുവിൻ്റെ വീട്ടിൽ വന്നു. വിഷ്ണുവിൻ്റെ അമ്മ എൻ്റെ അച്ഛനെ കണി ഒരുക്കിയതൊക്കെ നല്ല ഹാപ്പി ആയിട്ട് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് അമ്മയ്ക്ക് കൈനീട്ടമൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് ചോറൊക്കെ ഉണ്ട്. എന്നിട്ട് കുറച്ച് നേരം എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നേരെ ഇനി പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ഞങ്ങളിത് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ചേച്ചിമാരുടെ വീട്ടിലും ഒക്കെ ഒന്ന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും വീട്ടിൽ പോയി നേരെ ഞങ്ങൾ മൂത്ത ചേച്ചിയുടെ വീട്ടിലോട്ടോ പോയത്. അവിടെ ചെന്നത് ചേച്ചിയുടെ മോളാണ് വേദക്കുട്ടി. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ട് നേരെ അഴീക്ക് ബീച്ചിലോട്ടാണ് പോയത്. 2 പേര് പോകുന്നതുകൊണ്ട് ഇപ്പോഴും 2 പേരും ഭയങ്കര പ്രേമമാണ്, ഞങ്ങളെ ആരെയും വേണ്ട. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു, വിഷുവും കൂടിയല്ലേ, അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ മാറി സൺസെറ്റ് ഒക്കെ കണ്ടിരുന്നു. തിരക്കിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ കുറച്ച് മനസ്സമാധാനമൊക്കെ കിട്ടാറുണ്ട്. നിങ്ങൾക്ക് കിട്ടാറില്ലേ? പിന്നെ ഞങ്ങൾ ബീച്ചിലെന്നല്ല എവിടെ പോയാലും ഫുഡടി ഇട്ടൊരു പരിപാടിയില്ല. അങ്ങനെ ഞങ്ങൾ കണ്ണി കണ്ടതൊക്കെ വാങ്ങി കഴിച്ചു. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ എല്ലാവരും വീട്ടിലോട്ട് വന്നു. ഞാനും വിഷ്ണു നേരെ തിരിച്ചിങ്ങി വിഷ്ണുവിൻ്റെ വീട്ടിലും വന്നു. ബൈ ഫ്രണ്ട്സ്.